ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായിക രംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ P നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAGയുടെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. The energy, excitement and participation for sporting events are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of God's own countries to Indian sports is legendary.
കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി.സി. വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണയും അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGov, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ലുൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യുഎസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യുഎസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറ് നട്ടു. കോവളം MLA M വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പം ഇറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 18-നും 85 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200-ലും നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ ക്വേറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ക്വേറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2ാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായിക രംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്.
പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.